പമ്പയിലേക്കാണ്. MG പ്രതീഷ് ഉണ്ട് അവിടെ. പ്രതീഷ്, നേരത്തെ തന്നെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അവിടെ നിന്ന് മല ചവിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ? MG പ്രതീഷ്. ഉന്മേഷ, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കാണാനുള്ള സൗകര്യം പമ്പയിലും ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ ഹിൽ ടോപ്പിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 10:30 തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. നിലവിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മകരജ്യോതി ദർശനത്തിനും ഒപ്പം നാളെ അയ്യപ്പ ദർശനം നടത്താനും പമ്പയിൽ തങ്ങി നിൽക്കുന്ന തീർത്ഥാടകരുടെ കാഴ്ചയാണ്. ഈ വിശ്രമ കേന്ദ്രങ്ങളിലടക്കം നിരവധി തീർത്ഥാടകരാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ പ്രവേശനമില്ല. ഇനി നാളെ മാത്രമേ ഭക്തജനങ്ങളെ മുകളിലേക്ക് കയറ്റിവിടൂ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പമ്പയിൽ തുടരുന്ന തീർത്ഥാടകരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ മലയാളികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ പമ്പയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഈ പമ്പയിൽ മകരജ്യോതി ദർശനം കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ പമ്പയിൽ ഇതിനായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ മാത്രമേ ഭക്തരെ കടത്തിവിടൂ. ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞ സന്നിധാനത്ത് നിന്ന് കൂട്ടമായി തീർത്ഥാടകർ പമ്പയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടുകയുള്ളൂ. എന്തായാലും ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർക്ക് സുഗമമായ മകരജ്യോതി ദർശനം നടത്താനുള്ള അല്ലെങ്കിൽ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള മാത്രം കാത്തുനിൽപ്പാണ്. മണിക്കൂറുകൾ മാത്രമേ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാനുള്ളൂ. ആ നിമിഷത്തിന് വേണ്ടി തീർത്ഥാടകർ ഇപ്പോഴും പമ്പയിൽ കാത്തു നിൽക്കുകയാണ്. ഉന്മേഷ.